ഫ്രണ്ട്സ്. ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പം ഞാൻ പറയാനിരുന്ന ഇവള് വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു മഴ സീൻ കാണിക്കാൻ വന്നു കേട്ടോ. നിന്നു ഗൈസ്. ഇത് കണ്ട് ഇവിടുത്തെ റിയൽ ഇതാണ്. ഇവിടെ ഒരാൾ ഡ്രോയിങ് വരയ്ക്കുന്നുണ്ട്. ഇതാണ്. അപ്പം നേരത്തെ ഞങ്ങള് ഇയർ പേസിംഗ് എന്ന് പറഞ്ഞ ഇത് കാണിച്ചിട്ടില്ലായിരുന്നു മേക്കാന്ന്. അപ്പോൾ ചാമയ്ക്ക് പറിച്ചു കേട്ടോ. ഇനി അവള് കഴുകാൻ പോകും. അവള് പകുതി ഇത്രയും കുഞ്ഞത് തിരത്തില്ല. മഴ വീഡിയോ ആയിരുന്നു. പക്ഷെ മഴ വീഡിയോ നമ്മള് കഴിച്ച് കഴിയുമ്പോ മഴയല്ല നിന്നു. നമ്മള് മഴ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അങ്ങേ അറ്റത്തേക്ക് ആദ്യം ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോന്ന് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ജോയിന്റ് ആയി അതൊരു ജോയിന്റ് ആയി. ഇപ്പൊ ഞങ്ങൾ കാണിച്ചു ഇരുന്നു. ഇവിടെ നിന്ന് ഒരു വള്ളം പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കണം ചെറിയ ബോട്ടൊക്കെ പോകുമ്പോൾ കാണിച്ചു തരാനാണ്. അപ്പം ഇന്ന് എൻ്റെ ചേച്ചി ഇതേ ഇവിടെ മീൻ പിടിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ബ്രേക്കണ്ട മീക്കാണ്. പിന്നെ ദേ അവിടെ ഒരു ദേ വന്നായിരുന്നു. അങ്ങ് പോയി. അതുകൊണ്ട് കാണിച്ചത് നമുക്ക് സൂം ജീവിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഇത് അങ്ങ് കിടക്കുന്നത്. അത് അവിടെ പിന്നെ നമ്മുടെ കായലിൻ്റെ അടുത്ത് അവിടെ ഒരു വീടുണ്ട് അല്ലേ. പക്ഷെ അതിപ്പോ കാട് പിടിച്ച് കിടക്കുക. അവിടെ മൊത്തം ഇലയായിട്ടൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു കുറെ സ്പീഡ് ബോട്ട് ഉണ്ട്. ഇപ്പൊ അത് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങോട്ട് വരുമ്പം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ബാക്കി സാധനങ്ങളൊക്കെ നിങ്ങൾ അപ്പോഴത്തേക്ക് കാണാം. അപ്പോൾ അവിടെ അത് വരുന്ന അവിടെ വരെ വീഡിയോ എടുക്കാം. വേറെ സാധനങ്ങളൊക്കെ കാണിക്കാം അല്ലേ. വരുന്ന വരെ അത് ഫാസ്റ്റിൽ ഓടി വരുമ്പോൾ കുറേ ഫാസ്റ്റിൽ ഇങ്ങനെ ഓടി വരും. ഫാസ്റ്റിൽ ഇങ്ങനെ ഓടി വരും. പിന്നെ ഇപ്പം മീൻ പിടിച്ചിട്ട് ഇപ്പം ഇവിടെ ആളില്ല. സ്പീഡ് ബോട്ട് കാണിക്കും. സ്പീഡ് ബോട്ട് ഇതേ വരാൻ പോകണ. നേരത്തെ പോയ ബോട്ടല്ല, മറ്റേ ബോട്ട് എന്തേ കണ്ട ഫാസ്റ്റിൽ വരുന്ന ബോട്ടാണ്. ദേ ഇപ്പൊ 2 കേസ് ഉണ്ട്. 2 ഉണ്ട്. ഒരെണ്ണം ഗ്രീൻ മറ്റേ ഇതാടി. ഇത് ശരിക്കും സ്പീഡ് ബോട്ടാ. കാണാൻ മനസ്സിലാവും. കണ്ടോ ഓടിപ്പോ ഒന്ന് ഓടല് കാണുമ്പോൾ തിരിച്ച് വരുമ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ട് കാണിക്കാം. അവിടെ നിന്ന് കറങ്ങി ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കറക്റ്റ് അടുത്തോടെ എടുക്കാം. ഇപ്പം അവരത് കറങ്ങിപ്പോയി. നമ്മൾ ഇപ്പോൾ മഴക്കാറ് വെച്ചിട്ടുണ്ട് കുറച്ചൊക്കെ അല്ലേ. ഇന്ന് രാവിലെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം എടുക്കാന്ന് വെച്ചു അല്ലേ. പിന്നെ ഇവിടെ ഒരു പൂവുണ്ട്. ഞാൻ വളർത്തിയ പൂവാണ്. അവിടെ കാണിച്ചു. അവിടെയും കാണിച്ചു. അവിടെയുണ്ട്. ഇപ്പൊ അവിടെ ഇവിടെ പിന്നെ നമ്മളെ ഒരു ബോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് ജെട്ടി ബോട്ട്. ഇത് നിങ്ങൾക്ക് കുറച്ച് ബോട്ട്. ഈ ഒരു ബ്ലൂ ബോട്ട് കണ്ടോ. ഈ ബ്ലൂ ബോട്ട് അത്രേ ഉള്ളു അങ്ങനത്തെ ബോട്ട്സ്. പിന്നെ ഇവിടെ കാണിക്കാനുള്ള കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളിങ്ങനെ മുന്നിലൊരു വള്ളം കൂടെ ഉള്ളപ്പോൾ നമ്മൾ തറയിൽ ഇരിക്കുമ്പോൾ അത് അവിടെ ഇരിക്കുമ്പോൾ ഒരു കാറ്റും കൂടെ കിട്ടുമ്പോൾ നല്ല സുഖമായിരുന്നു അല്ലേ. പിന്നെ നമ്മളിവിടെ കുറച്ച് നെയ് പോളിഷ് ഇട്ടു. ഇത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ മണി പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട് ഗൈസ്. അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്. ഇവിടെ ഞാൻ മീൻ കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ്. കിട്ടും ചിലപ്പം കിട്ടായിരിക്കും. ഇവിടെ ചിലപ്പോഴേ കിട്ടാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ സ്പീഡ് ബോട്ട് ഇപ്പോൾ കറങ്ങി എവിടെ പോയി അറിയില്ല. അവിടെ നിന്ന് കറങ്ങുമായിരുന്നു അല്ലേ. തിരിച്ചു പോയോ? ഇങ്ങോട്ട് വരും. പിന്നെ ഇവിടെ കുറേ വാഴ ഐറ്റംസ് ഒക്കെ ഉണ്ട് അല്ലേ. ഇത് കാണിക്കല്ലേ. ഇനി അത് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോകുന്ന വരുമോ. അപ്പോൾ ഇവിടെ ഒരു കൊച്ചു വള്ളം ഉണ്ട്. പോകുന്ന രീതിക്കുണ്ട്. പക്ഷെ കണ്ടോ 2 ബോട്ട് അടുപ്പിച്ച് വെച്ചിരിക്കുന്ന. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തോന്നുന്നത്. അടുപ്പിച്ച് വെച്ചാണ് കയറിയിരുന്നത്. അപ്പം പിന്നെ ഉള്ളതൊക്കെ ഇങ്ങനത്തെ. പിന്നെ മഴക്കാലൊക്കെ ഉണ്ട് ഗൈസ്. അടുത്തായിട്ട് സ്പീഡ് ബോട്ട് എന്നാ ഫാസ്റ്റാ ഗൈസ്. ഇനി അത് അവിടുന്ന് കറങ്ങും. പിന്നെ ഇതിലേക്കൂടെ വരും. അത് അടുത്തായിട്ട് കേട്ടോ. അത് അവിടുന്നേക്കാട്ടി കുറച്ചും കൂടെ അടുത്ത് വരും. അത് ആ റൗണ്ട് കഴിയും. അത് ആ സൈഡിലോട്ട് പോയി. അല്ല ഈ സൈഡിലേക്ക് വരും. അത് വരുന്നില്ലല്ലോ.
അത് അങ്ങ് പോയി ഗൈസ്. ഇനി അടുത്ത വരുമ്പം പിന്നെ അവിടെ ഒരു ലോട്ടസ് കണക്കത്തെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ടോ? ഇതേ കണ്ട, അത് ടെർമിനലാണ്. പിന്നെ മഴക്കാറ് നല്ല രാവിലത്തെ മഴക്കാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു അല്ലേ? അപ്പം അതുണ്ടായിരുന്നത് വീഡിയോ പിടിച്ചില്ല, പക്ഷെ എല്ലാം പിടിക്കാം മറന്നുപോയി. ഇവിടെ ഓൾറെഡി മഴ. പിന്നെ നമ്മള് ഇവിടെ ബോട്ട്സ് ഒക്കെ വരുന്നേ. ഇപ്പൊ ദേ ഞാൻ നേരത്തെ ഇപ്പൊ ആ സൈഡിൽ നിന്ന് പക്ഷെ ഈ സൈഡിൽ കണ്ടോ നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നതാണ് അല്ലേ? ഇത് കണ്ടോ, ഈ സൈഡ് നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് പക്ഷെ ഈ സൈഡ് കണ്ടോ ഇതായിട്ടിരിക്കും അല്ലേ? അങ്ങനെ നോക്ക്, നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി മഴ പിടിക്കാൻ വേണ്ടി ഇതുമായിട്ട് ഒറ്റ മീൻ കിട്ടി. അപ്പം നമുക്ക് മഴ വീഴുമ്പോ ഇപ്പൊ ആ സൈഡിൽ നിന്ന് എല്ലാം കൂടെ ഇങ്ങോട്ട് വരും. ഇവിടെ നിപ്പുണ്ട്. പിന്നെ ഇവിടെ മീൻ പിടിക്കാൻ നമ്മള് കാതയില് ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ കുറച്ച് വെട്ടമുള്ളതുണ്ട്. കറക്റ്റ് മീൻ പിടിക്കാൻ പറ്റത്തില്ല കേസേ. ഇവിടെ ഇരിപ്പ് ഇങ്ങോട്ട് നോക്കടി. ഞാൻ ഒരെണ്ണം എഴുന്നിട്ട് അതിന്റെ ഇടയ്ക്കൊന്ന് അച്ചു എറിയുമ്പോ അത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ ഇപ്പൊ ഗൈസ് ചെറിയ തുള്ളി വീണു. ഇനി നമുക്ക് വെളി നിൽക്കാവില്ല. ഇപ്പൊ ദേ മഴ വീയാൻ പോവാണ്. ഇപ്പൊ ഓടണം ഗൈസ്. ഇപ്പൊ മഴ വീയേ. 1 2 3 4 5 ഇപ്പൊ വീഴും ഗൈസ്. ഇത് കണ്ട ഈ കളർ ഈ സൈഡ് കണ്ട ഹാഫ് സൈഡ് നമ്മളൊന്നില്ലേ മറ്റേ ഒരു സ്നേക്ക് വന്നിങ്ങനെ നമ്മൾ അതിനകത്ത് ഇറങ്ങുമ്പോ അല്ലേ? ഇപ്പൊ മഴ പെയ്യാറായി, നമുക്ക് അകത്തേക്ക് ഓൾറെഡി ഇപ്പൊ വീണു തീറ്റയായിട്ട്. ഇനി നമുക്ക് വെളി ഇറങ്ങാൻ പറ്റില്ല. ചാമയൊക്കെ തീർന്നു, നമ്മുടെ ആട് ഒരുവിധം തീർത്തു. ഇനി നമുക്ക് ഇവിടെ അകത്ത് ഈ മഴ വീഴുന്നില്ല കാണിച്ചില്ല. ദേ മഴ പെയ്തു അല്ലേ? ഇനി മഴ പെയ്യാനില്ല. ഇപ്പൊ ദേ ഇപ്പൊ നല്ല മഴ വീഴും ഗൈസ്. വെയിറ്റ് നമ്മളെ ഇറങ്ങി ഗൈസ്. അപ്പം ദേ ചൂണ്ടയിടാൻ പിന്നെ ഇറങ്ങി നമ്മുടെ മുത്തു. നമ്മൾ പിടിച്ചാൽ മതി. ഇവിടെ മീൻ പിടിക്കാൻ എത്ര ഭാഷ. പിന്നെ എന്നതാ മീൻ പിടിക്കണമെന്ന് പറഞ്ഞ ആവശ്യം എനിക്ക് ആദ്യം ഇങ്ങോട്ട് പാർക്കായിരുന്നു പറഞ്ഞോണ്ടോ നീ. ആണ് കൊച്ചേ. ഇപ്പൊ ഇത് കണ്ട ഇവിടെ കുറച്ച് ദേ ചൂണ്ടയിട്ടെന്ന് കണക്ക്. ഇപ്പൊ ദേ ഇത് കണ്ട ചൂണ്ടയും കിട്ടിയില്ല, ഒരു സാധനം കിട്ടിയില്ല. അത് ഇവിടെ മറ്റേ നമ്മുടെ ബോട്ട് ഇവിടെ അടുത്തോണ്ടിരിക്കുകയാണേ. ബോട്ട് എടുക്കുന്നത് കാണിക്കണ്ടായിരുന്നു. ഹിന്ദിക്കാരാണോ എന്നൊരു സംശയം നമുക്ക് നോക്കാം. ഹിന്ദിക്കാരാണ് തോന്നുന്നു. അടുത്തോണ്ടിരിക്കണേ പഠിക്കേ. സ്പോട്ട് വന്നു. ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇത്രയും കാണാൻ പറ്റും. നീ അങ്ങോട്ട് നോക്കിയിരുന്നോ? കറുത്തിട്ട് ആവുന്നില്ല. ഇങ്ങനെ ഓരോ സാധനം കാണുമ്പോൾ അതിനൊരു മഴ പെയ്യണമെന്ന് തോന്നും. പിന്നെ എപ്പോഴും അതെന്താണെന്നറിയില്ല, നമ്മൾ എന്ത് കാണിക്കാൻ വന്നാലും ഇങ്ങനെ ഒരു മഴ പെയ്തോണ്ടിരിക്കും.